2 ദിനവൃത്താന്തം അധ്യായം 35. ജോസിയ ജെറുസലമിൽ കർത്താവിൻ്റെ പെസഹ ആചരിച്ചു. 1-ാം മാസം 14-ാം ദിവസം അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുരോഹിതന്മാരെ അവരുടെ ചുമതലകൾ ഏൽപ്പിക്കുകയും കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷകൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്നവരും കർത്താവിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരുമായ ലേവ്യരോട് അവൻ പറഞ്ഞു, ദാവീദിന്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ സോളമൻ നിർമ്മിച്ച ആലയത്തിൽ വിശുദ്ധ പേടകം പ്രതിഷ്ഠിക്കുവിൻ. നിങ്ങളിനി അത് തോളിൽ വഹിക്കേണ്ടതില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിനും അവിടുത്തെ ജനമായ ഇസ്രായേലിനും ശുശ്രൂഷ ചെയ്യുവിൻ. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെയും പുത്രനായ സോളമന്റെയും നിർദ്ദേശമനുസരിച്ച് കുടുംബക്രമത്തിൽ ഗണം തിരിഞ്ഞ് ഒരുങ്ങുവിൻ. നിങ്ങളുടെ സഹോദരന്മാരായ സാമാന്യ ജനങ്ങളുടെ കുടുംബങ്ങൾക്ക് സേവനം ചെയ്യാൻ നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവിൻ. ലേവ്യർക്ക് ഇസ്രായേൽ കുടുംബങ്ങളിൽ ഓഹരി ഉണ്ടായിരിക്കണം. പെസഹ കുഞ്ഞാടിനെ കൊല്ലുകയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുവിൻ. മോശ മുഖേന കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് നിങ്ങളുടെ സഹോദരർക്ക് സേവനം ചെയ്യാൻ ഒരുങ്ങുവിൻ. അവിടെ സന്നിഹിതരായിരുന്ന സാമാന്യജനം പെസഹ കാഴ്ച അർപ്പിക്കുവാൻ വേണ്ടി തന്റെ മൃഗസമ്പത്തിൽ നിന്ന് 30,000 ചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 3,000 കാളകളെയും ജോസിയ അവർക്ക് ദാനം ചെയ്തു. അവന്റെ പ്രഭുക്കന്മാർ ജനത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കും സമനസ ദാനങ്ങൾ നൽകി. ദേവാലയത്തിലെ മുഖ്യ സേവകന്മാരായ ഹിൽക്കിയ, സക്കറിയ, യഹിയേൽ എന്നിവർ പുരോഹിതന്മാർക്ക് പെസഹ കാഴ്ച അർപ്പിക്കാൻ 2600 ചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 300 കാളകളെയും നൽകി. ലേവ്യ പ്രമുഖരായ കൊനാനിയായും അവൻ്റെ സഹോദരന്മാരായ ഷമായായും നഥാനേലും ഹഷാബിയ, ജയിയേൽ, യൊസാബാദ് എന്നിവരും പെസഹ കാഴ്ച അർപ്പിക്കാൻ ലേവ്യർക്ക് 5000 ചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 500 കാളകളെയും നൽകി. ശുശ്രൂഷകളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ പുരോഹിതന്മാരും ലേവ്യരും രാജകൽപ്പന അനുസരിച്ച് താങ്കളുടെ സ്ഥാനങ്ങൾ ഏറ്റെടുത്തു. അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുരോഹിതന്മാർ ലേവ്യരിൽ നിന്ന് രക്തം സ്വീകരിച്ച് ബലിപീഠത്തിന്മേൽ തളിച്ചു. ലേവ്യർ മൃഗത്തിന്റെ തോലുരിഞ്ഞു. ദഹനബലിക്കുള്ള മൃഗങ്ങളെ സാമാന്യജനത്തിന് കുടുംബക്രമം അനുസരിച്ച് വീതിച്ചു കൊടുത്തു. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിന് ബലിയർപ്പിക്കുവാനായിരുന്നു അത്. ലേവ്യർ പെസഹ കുഞ്ഞാടിനെ ചട്ടപ്രകാരം തീയിൽ ചുട്ടെടുത്തു. ശേഷിച്ചവ കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ച് ഉടനെ ജനത്തിന് വിതരണം ചെയ്തു. അനന്തരം അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കുമുള്ളതും തയ്യാറാക്കി. കാരണം അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ മേധസ്സും ദഹനബലിയും അർപ്പിക്കുന്നതിൽ രാത്രി വരെ വ്യാപൃതരായിരുന്നു. ദാവീദിന്റെയും ആസാഫ്, ഹേമാൻ, രാജാവിന്റെ ദീർഘദർശിയായ യദുഥൂൻ എന്നിവരുടെയും നിർദ്ദേശമനുസരിച്ച് ആസാഫിന്റെ സന്തതികളായ ഗായകർ സ്വസ്ഥാനങ്ങളിൽ നിന്നു. കാവൽക്കാർ ഓരോ വാതിൽക്കലും നിലയുറപ്പിച്ചു. അവർക്ക് വേണ്ടത് സഹോദരന്മാരായ ലേവ്യർ ഒരുക്കിയിരുന്നതിനാൽ അവർക്ക് ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നില്ല. ജോസിയ രാജാവിന്റെ കൽപ്പനയനുസരിച്ച് പെസഹ ആചരിക്കുകയും കർത്താവിന്റെ ബലിപീഠത്തിൽ ദഹനബലികൾ അർപ്പിക്കുകയും ചെയ്ത് കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടതെല്ലാം അവർ ഒരുക്കി. അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം പെസഹ തിരുനാളും 7 ദിവസം നീളുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും അന്ന് ആഘോഷിച്ചു. സാമുവേൽ പ്രവാചകന്റെ കാലത്തിന് ശേഷം അതുപോലൊരു പെസഹ ഇസ്രായേലിൽ ആഘോഷിച്ചിട്ടില്ല. ജോസിയായും പുരോഹിതന്മാരും ലേവ്യരും അവിടെ സമ്മേളിച്ച യൂദായിലെയും ഇസ്രായേലിലെയും ജനങ്ങളും ജെറുസലം നിവാസികളും ചേർന്ന് ആഘോഷിച്ച ആ പെസഹ പോലെ ഒന്ന്
ഇസ്രായേൽ രാജാക്കന്മാരിൽ ആരും ആഘോഷിച്ചിട്ടില്ല. ജോസിയായുടെ 18-ാം ഭരണവർഷത്തിലാണ് ഈ പെസഹ ആഘോഷിച്ചത്. ജോസിയ ദേവാലയ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. അപ്പോൾ ഈജിപ്ത് രാജാവായ നെക്കോ യൂഫ്രട്ടീസ് തീരത്തുള്ള കർക്കമേഷിലേക്ക് യുദ്ധത്തിന് പോവുകയായിരുന്നു. ജോസിയ അവനെതിരെ ചെന്നു. നെക്കോ ദൂതന്മാർ മുഖേന ജോസിയായോട് പറഞ്ഞു, യൂദാ രാജാവേ, നാം തമ്മിൽ എന്ത് തർക്കം? ഞാൻ വരുന്നത് നിന്നെ ആക്രമിക്കാനല്ല, എൻ്റെ ശത്രുഭവനത്തിനെതിരായിട്ടാണ്. തിടുക്കം കൂട്ടാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നോടൊത്തുള്ള ദൈവത്തെ എതിർക്കുന്നതിൽ നിന്ന് പിന്തിരിയുക, അല്ലെങ്കിൽ അവിടുന്ന് നിന്നെ നശിപ്പിക്കും. എന്നാൽ ജോസിയ പിന്മാറിയില്ല. വേഷപ്രച്ഛന്നനായി യുദ്ധത്തിന് ചെന്നു. നിക്കോയിലൂടെ ദൈവം അരുളി ചെയ്ത വാക്ക് കേൾക്കാതെ മെഗിദോ സമുദ്രത്തിൽ വെച്ച് ജോസിയ അവനുമായി ഏറ്റുമുട്ടി. വില്ലാളികൾ ജോസിയ രാജാവിനെ എയ്തു. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, എനിക്ക് കഠിനമായി മുറിവേറ്റിരിക്കുന്നു, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ. അവർ അവനെ ആ രഥത്തിൽ നിന്ന് ഇറക്കി മറ്റൊരു രഥത്തിൽ കിടത്തി ജെറുസലമിലേക്ക് കൊണ്ടുവന്നു. അവൻ മരിച്ചു, പിതാക്കന്മാരുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. യൂദായും ജെറുസലേമും ജോസിയായെ ഓർത്ത് വിലപിച്ചു. ജെറേമിയായും ജോസിയായെക്കുറിച്ച് ഒരു വിലാപഗാനം രചിച്ചു. ജോസിയായെക്കുറിച്ച് വിലപിക്കുമ്പോൾ ഇസ്രായേലിലെ ഗായകരായ സ്ത്രീ പുരുഷന്മാർ ഈ ഗാനം ആലപിക്കാറുണ്ട്. ഇസ്രായേലിൽ ഇതൊരു പതിവായി. വിലാപഗീതങ്ങളിൽ ഈ ഗാനവും ചേർത്തിരിക്കുന്നു. ജോസിയായുടെ ഇതര പ്രവർത്തനങ്ങളും കർത്താവിൻ്റെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ ചെയ്ത നല്ല കാര്യങ്ങളും ആദ്യന്തം ഇസ്രായേൽ രാജാക്കന്മാരുടെയും യൂദാ രാജാക്കന്മാരുടെയും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. Chapter 35. Josiah celebrated in Jerusalem a Passover to honor the Lord. The Passover sacrifice was slaughtered on the 14th day of the first month. He reappointed the priests to their duties and encouraged them in the service of the Lord's house. He said to the Levites, who were to instruct all Israel, and who were consecrated to the Lord, "Put the holy ark in the house built by Solomon son of David, king of Israel. It shall no longer be a burden on your shoulders. Serve now the Lord your God and his people Israel. Prepare yourselves in your ancestral houses and your classes according to the prescriptions of King David of Israel and his son Solomon. Stand in the sanctuary according to the divisions of the ancestral houses of your brethren, the common people, so that the distribution of the Levites and the families may be the same. Slay the Passover sacrifice, sanctify yourselves, and be at the disposition of your brethren, that all may be carried out according to the word of the Lord given through Moses." Josiah contributed to the common people a flock of lambs and kids, 30,000 in number, each to serve as a Passover victim for any who were present, and also 3,000 oxen. These were from the king's property. His princes also gave a free-will gift to the people, the priests and the Levites. Hilkiah, Zechariah, and Jehiel, prefects of the house of God, gave to the priests 2,600 Passover victims, together with 300 oxen. Conaniah and his brothers Shemaiah, Nethanel, Hashabiah, Jehiel, and Jozabad, the rulers of the Levites, contributed to the Levites 5,000 Passover victims, together with 500 oxen. When the service had been arranged, the priests took their places, as did the Levites in their classes according to the king's command. The Passover sacrifice was slaughtered, whereupon the priests sprinkled some of the blood, and the Levites proceeded to the skinning. They separated what was destined for the Holocaust, and gave it to various groups of the ancestral houses of the common people to offer to the Lord as is prescribed in the book of Moses. They did the same with the oxen. They cooked the Passover on the fire as prescribed, and also cooked the sacred meals in pots, cauldrons, and pans, then brought them quickly to all the common people.
Afterward they prepared the Passover for themselves and for the priests. Indeed, the priests, the sons of Aaron, were busy offering holocausts and the fatty portions until night. Therefore the Levites prepared for themselves and for the priests, the sons of Aaron. The singers, the sons of Asaph, who were at their posts, as prescribed by David, Asaph, Heman, and Jeduthun the king's seer. The gatekeepers were at every gate. There was no need for them to leave their stations, for their brethren, the Levites, prepared for them. Thus the entire service of the Lord was arranged that day so that the Passover could be celebrated and the holocausts offered on the altar of the Lord, as King Josiah had commanded. The Israelites who were present on that occasion kept the Passover and the feast of the unleavened bread for 7 days. No such Passover had been observed in Israel since the time of the prophet Samuel, nor had any king of Israel kept a Passover like that of Josiah. The priests and Levites, all of Judah and Israel that were present, and the inhabitants of Jerusalem. It was in the 18th year of Josiah's reign that this Passover was observed. After Josiah had done all this to restore the temple, Necho, king of Egypt, came up to fight at Carchemish on the Euphrates, and Josiah went out to intercept him. Necho sent messengers to him, saying, "What quarrel is between us, king of Judah? I have not come against you this day, for my war is with another kingdom, and God has told me to hasten. Do not interfere with God who is with me, as otherwise he will destroy you." But Josiah would not withdraw from him, for he had sought a pretext for fighting with him. Therefore he would not listen to the words of Necho that came from the mouth of God, but went out to fight in the plain of Megiddo. Then the archers shot King Josiah, who said to his servants, "Take me away, for I am seriously wounded." His servants removed him from his own chariot, placed him in another he had in reserve, and brought him to Jerusalem, where he died. He was buried in the tombs of his ancestors, and all Judah and Jerusalem mourned him. Jeremiah also composed a lamentation over Josiah, which is recited to this day by all the male and female singers in their lamentations over Josiah. These have been made obligatory for Israel, and can be found written in the Lamentations. The rest of the chronicle of Josiah, his pious deeds in regard to what is written in the law of the Lord, and his acts, first and last, can be found written in the book of the kings of Israel and Judah.